ഹലോ, നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങളായിട്ടാണ്. അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പം സമയം ഒരു 5 മണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടാക്കുന്നത് ഒരു റവ ദോശയാണ്. അപ്പം അതിനായിട്ട് നമ്മൾ ഒരു 1/4 കപ്പോളം റവ എടുത്തിട്ടുണ്ട്. അപ്പം അത്ര തന്നെ നമ്മൾ അരിപ്പൊടി എടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു ചെറിയ സവാള, ഒരു 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില അരിഞ്ഞത്, ഒരു ചെറിയ സ്പൂൺ കൊണ്ട് ഒരു 1/4 സ്പൂണൊക്കെ ഉണ്ടാവും ചെറിയ ജീരകം, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു 4-5 കുരുമുളക് ഒന്ന് ചതച്ചെടുത്തത്, പിന്നെ ഒരു വലിയ സ്പൂൺ നിറച്ച് തൈരും. ഇത്രയിട്ട് ആദ്യം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പോളം മൈദ കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് ഒരു 1/4 കപ്പ് മൈദ കൂടി ചേർക്കുന്നത്. അപ്പോൾ ഒരു 1/4 കപ്പ് അരിപ്പൊടിയും 1/4 കപ്പ് റവയും എടുത്തുള്ള, പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി കുറച്ചധികം വെള്ളം ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു മോരും വെള്ളത്തിൻ്റെ ഒക്കെ ഒരു പാകല്ലേ, അപ്പോൾ അത്രയ്ക്കായിട്ട് നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായി കലക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊരു കുറച്ച് നേരം നമുക്ക് മൂടി വെച്ച് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഞാൻ അതിലേക്ക് ഒരു തക്കാളി ചട്നി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ നമ്മൾ റവ ദോശയ്ക്കുള്ള മാവൊക്കെ കലക്കി വെച്ചിട്ട് 10-20 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇത്തിരി കട്ടിയായിട്ട് വരും, റവയും മൈദയൊക്കെ അല്ലേ. അപ്പോൾ പിന്നെ അതിലേക്ക് വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ചേർത്ത് നന്നായി ഒന്നും കൂടിയും കലക്കിയെടുത്തു കേട്ടോ. അപ്പോൾ അതേ ഒരു മോരും വെള്ളത്തിൻ്റെ പാകത്തിൽ ഞാനിത് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതേ പാനൊക്കെ ചൂടായിട്ട് അതിലേക്ക് കുറച്ച് ആയിട്ട് മാവ് ഇതിങ്ങനെ പരത്തി ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ചെറിയ തീയിലാക്കിയിട്ട് നല്ലോണം ഒഴിച്ചെടുക്കാം. അപ്പോൾ ഇത് മറിച്ചിട്ട് കൊടുക്കൊന്നും വേണ്ട, കുറച്ച് നേരം ചെറിയ തീയിൽ വെക്കുമ്പോൾ തന്നെ നന്നായി മൊരിഞ്ഞു വരും. അപ്പോൾ ഇതേ നമ്മുടെ റവ ദോശയ്ക്ക് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. റവ ദോശയും പിന്നെ അതേ തക്കാളി ചട്നിയും കാപ്പിയും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് പണികളും കൂടിയുണ്ട് ഇന്ന്. അപ്പം ഇന്ന് ഇത്തിരി പണി കൂടുതലുള്ളൊരു ദിവസമാണ്. ഇടയ്ക്ക് നമ്മൾ കുറേ ദിവസം കൂടുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുള്ളതാണ് കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒരു കബോർഡിലാക്കി വെക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് എടുത്ത് ഒന്ന് തുടച്ച് വീണ്ടും ഒന്ന് അറേഞ്ച് ചെയ്തേക്കാണ്. ഇപ്പോൾ ഇവിടെ പ്രമോഷനൊക്കെ ആകുമ്പോൾ, കടകളിൽ പ്രമോഷൻ ആകുമ്പോൾ അപ്പോൾ കുറച്ചധികം അങ്ങനെ വാങ്ങിച്ചു കൊണ്ടേക്കും. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് ബാക്കിയുള്ളതൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കും കേട്ടോ.
പിന്നെ ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഒന്ന് തുടച്ച് ഒന്ന് എടുത്ത് വെച്ചില്ലെങ്കിൽ കൂടുതൽ പാറ്റയൊക്കെ വരും, പെട്ടെന്ന് തന്നെ ഇവിടെ പാറ്റയൊക്കെ വരും. അപ്പം അത് കൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കൊന്ന് എടുത്ത് എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് വീണ്ടും വെക്കാവും കൂടുതൽ നല്ലത് കേട്ടോ. അപ്പോൾ കുറേ ദിവസം കൂടുമ്പോൾ നമ്മളിതൊന്ന് സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് ഒന്ന് വീണ്ടും ഒന്ന് പൊടിയൊക്കെ തുടച്ച് വെക്കാറുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മോനൊക്കെ പൊടിയുടെ അലർജി ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇതൊന്ന് വൃത്തിയാക്കി വെക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഫ്രിഡ്ജും കുറച്ച് ദിവസം കൂടുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അധികം ചെയ്യാറ് പച്ചക്കറികളൊക്കെ പുതിയത് കൊണ്ടുവരാനായിട്ട് മുമ്പായിട്ട് ഇപ്പോൾ ആദ്യത്തെ പച്ചക്കറികളിൽ നാശമായതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി ഒന്ന് ക്ലീൻ ചെയ്ത് എന്നിട്ട് പിന്നെ വീണ്ടും എടുത്തു വെക്കും കേട്ടോ. അപ്പം ഞാൻ ഫ്രിഡ്ജിലെ നാശമായ പച്ചക്കറികൾ ഇതൊക്കെ എടുത്ത് പിന്നെ നാളികേരമൊക്കെ വെക്കുമ്പോഴും എടുക്കുമ്പോഴും കുറച്ചൊക്കെ വീണിട്ടും ഒക്കെ അങ്ങനെ ഇത്തിരി വൃത്തികേടായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഞാൻ ഇത് വീണ്ടും ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പം അതുപോലെ തന്നെ ഫ്രീസറും മീൻ കൊണ്ടുവരാനായിട്ട് മുമ്പൊക്കെ ആയിട്ട് ആദ്യത്തെ മീനിൻ്റെ നമ്മൾ അവിടെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വൃത്തികേടായിട്ടുണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കും. ഇപ്പോൾ ഫ്രീസറിൽ മീൻ ഇരിപ്പുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ ഇന്ന് ഫ്രീസറൊന്നും വൃത്തിയാക്കിയിട്ടില്ല. ഇതേ ഇപ്പോൾ ഫ്രിഡ്ജിൽ അപ്പോൾ നന്നായി തുടച്ച് അടിഭാഗമൊക്കെ ഒന്ന് എടുത്ത് ക്ലീൻ ചെയ്തെടുത്തു. പിന്നെ വീണ്ടും നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഉച്ചക്കലത്തേക്കുള്ള കറികൾ ഉണ്ടാക്കിയെടുക്കണം. പൊഴിച്ച കറിയായിട്ടൊന്നും ഉണ്ടാക്കണത് ഒരു ചെമ്മീൻ ഇരിപ്പുണ്ട്. അപ്പോൾ ചെമ്മീനും കുമ്പളങ്ങയും കൂടിയുള്ളൊരു വറുത്തരച്ചുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നാളികേരം ഒന്ന് വറുത്തെടുക്കാനുണ്ട്. ഇപ്പോൾ ഒരു 2-3 പിടി നാളികേരം എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു അരമുറിയോളം നാളികേരം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 2 ചെറിയുള്ളിയും 2-3 വെളുത്തുള്ളിയും പിന്നെ ഒരു സ്പൂൺ നിറച്ച് പെരിഞ്ജീരകം, ഒരു 5-10 മണി കുരുമുളകും കുറച്ച് കറിവേപ്പിലയും ഇത്രയിട്ട് ചെറിയ തീയിൽ ഇതൊന്ന് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ നാളികേരമൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇപ്പം മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ചേർക്കണത് കേട്ടോ.
ഒരു 3 സ്പൂൺ, ചെറിയ സ്പൂണാണ്, 3 സ്പൂൺ മല്ലിപ്പൊടിയും, ഏകദേശം ഒരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടി, 2 സ്പൂണോളം മുളക് പൊടി, ഇത്രയാണ് എടുത്തുള്ളത്. അതും കൂടി ഒന്ന് വറുത്തെടുത്തു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ചൂടാറാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി നന്നായി ചൂടാറിയതിന് ശേഷം ഒട്ടും വെള്ളമില്ലാണ്ട് ഇത് അരച്ച് മാറ്റി വെക്കാം കേട്ടോ. ഇപ്പം കുമ്പളങ്ങയൊക്കെ തൊലി കളഞ്ഞ് ഇച്ചിരി വലിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് ഒന്ന് കഴുകി മൺചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, ഒരു ചെറിയ തക്കാളി, ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, പിന്നെ നമ്മൾ അരച്ചെടുത്തുള്ള അരപ്പ്, പിന്നെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ചുറ്റിച്ച് അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നപ്പോൾ നമ്മളതിലേക്ക് ചെമ്മീനിട്ട് ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കറിയൊക്കെ വെന്ത് വരുമ്പോഴേക്കും ഉപ്പേരിക്കായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ബീട്രൂട്ടാണ്. അപ്പോൾ ബീട്രൂട്ടൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് കഴുകി ഇതേ ചോപ്പറിലേക്ക് ഇട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയുള്ളിയും കറിവേപ്പിലയും മൂപ്പിച്ചു. അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടു. അതൊന്ന് 1-2 സെക്കൻഡ് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഒരു പിടി നാളികേരം കൂടിയിട്ട് ചെറിയ തീയിൽ അതൊന്ന് വറുത്തെടുത്തു കേട്ടോ. ചെറുതായി ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് ചെറിയ തീയിലൊന്ന് വറുത്തെടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് നമ്മൾ ബീട്രൂട്ട് ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ചെറിയ തീയിൽ നന്നായിട്ട് ഇതൊന്ന് വലിച്ചെടുക്കുക. ഒട്ടും വെള്ളം ചേർക്കരുത് ബീട്രൂട്ടിൽ. ഇപ്പോൾ നമ്മൾ നന്നായി കനം കുറച്ചിട്ടൊന്ന് ചോപ്പ് ചെയ്ത് പൊടിയായിട്ടാണ് നമ്മളിത് ചോപ്പ് ചെയ്തെടുത്തുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെറിയ തീയിലിട്ട് ഇതുപോലെ ഒന്ന് പൊത്തി വെച്ച് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് പൊത്തി വയ്ക്കുക. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ബീട്രൂട്ട് ഒന്ന് വാടി വരും. അതേ ബീട്രൂട്ടൊക്കെ വെളിച്ചെണ്ണയിൽ കിടന്ന് ചെറിയ തീയിൽ നല്ലോണം മൊരിഞ്ഞ് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അപ്പോഴേക്കും നമ്മുടെ ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട്. 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് താളിക്കാനായിട്ട് ചെറിയുള്ളിയും കറിവേപ്പിലയും മൂപ്പിച്ച് നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് താളിച്ച് കൊടുക്കണം. അപ്പം നമ്മുടെ ഉപ്പേരിയും ഒഴിച്ചുകറിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ പപ്പടവും അച്ചാറും ഒക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ് കറികൾ. പിന്നെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസത്തെ പോലെ തന്നെ നമ്മുടെ പാത്രങ്ങളുണ്ടാവും. അപ്പോൾ അത് കഴുകണം. പിന്നെ ക്ലീൻ ചെയ്യലും. പിന്നെ ചില ദിവസങ്ങൾ ഇങ്ങനെ എക്സ്ട്രാ ആയിട്ട് ഉള്ള പണികൾ, കബോർഡ് വൃത്തിയാക്കുക, അങ്ങനെയുള്ള ചില കുറച്ച് പണികളൊക്കെ ഉണ്ടാവും. അല്ലാത്ത ദിവസം തന്നെ ഇതൊക്കെ തന്നെ എല്ലാ ദിവസവും ഒരുപോലെ തന്നെ. പിന്നെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ഫ്രഷായി ഭക്ഷണം കഴിക്കുക, കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കുക. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഒരു കുഞ്ഞ് വ്ളോഗ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.